ഈസ്റ്റിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനകളായിരുന്ന ഹമാസും ഹിസ്ബുള്ളയും ഏറെക്കുറെ പൂർണ്ണമായി ഇല്ലാതായിരിക്കുകയാണ്. ഇറാനെതിരെ നടന്ന ചരിത്ര പ്രാധാന്യമുള്ള 12 ദിന യുദ്ധത്തിന് ശേഷം ഹമാസിനെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള യുദ്ധത്തിൻ്റെ അവസാന നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ്. അതേസമയം തന്നെ യമനിൽ നിന്ന് ഇസ്രായേലിലെ വിവിധ മേഖലകളിലേക്ക് ഈ മാസം ആദ്യമുണ്ടായത് അതിശക്തമായ വ്യോമാക്രമണമായിരുന്നു. ഇസ്രായേലിൻ്റെ അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും ചെങ്കടൽ കേന്ദ്രമാക്കി ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഹൂത്തികളെ തീർക്കേണ്ടത് ഇസ്രായേലിൻ്റെ മാത്രമല്ല അമേരിക്കയുടെയും മറ്റ് രാഷ്ട്രങ്ങളുടെയും കടുത്ത അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിനെയും ചെങ്കടലിലെ കടൽപാതകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂത്തികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി തീവ്രവാദികൾക്കെതിരെ സൈനിക ആക്രമണം നടത്താൻ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെതന്യാഹു 4 ദിവസത്തേക്ക് അമേരിക്കയിലെത്തിയപ്പോഴും ഹൂത്തികൾ ആക്രമണം തുടരുകയായിരുന്നു. സന്ദർശന അവസാനം നെതന്യാഹുവാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ സമയത്ത് ഹൂത്തി സൈന്യം ഇസ്രായേൽ നഗരങ്ങളിൽ പുതിയ ആക്രമണം അഴിച്ചുവിട്ടു. ഏതാനും മാസങ്ങൾക്കപ്പുറത്ത് ലെബനീസ് ഹിസ്ബുള്ളകൾക്കെതിരെ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ യമനിലെ എണ്ണ ശുദ്ധീകരണശാല കേന്ദ്രങ്ങളെ ഇസ്രായേൽ തകർത്തിരുന്നു. ഹിസ്ബുള്ളകളെ നിർമൂലമാക്കിയ ശേഷം ഹൂത്തി പാളയത്തിലും യമന്റെ രാഷ്ട്രീയ തലസ്ഥാനമായ സനയിലും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അഴിച്ചുവിട്ടത് അതിശക്തമായ ആക്രമണങ്ങളായിരുന്നു. എന്നിട്ടും പാഠം പഠിക്കാത്ത ഹൂത്തികൾ മെക്കിട്ടുകയറ്റവുമായി ഇറങ്ങുകയായിരുന്നു. ഇപ്പോഴിതാ പണി ഇരന്നു മേടിക്കാൻ ഒരുങ്ങുകയാണ് ഹൂത്തി തീവ്രവാദികൾ. ഹൂത്തികളുടെ നിതാന്ത വൈരികളായ സൗദിയുടെ ആക്രമണത്തിൽ മുക്കാലും മുടിഞ്ഞ് കിടക്കുന്നവരാണ് ഹൂത്തികൾ. എന്നിട്ടും പഠിക്കാതെ ഇറാന്റെ വാക്കും കാശും കണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൂത്തികളെ ഇസ്രായേൽ കൃത്യമായി ഒന്ന് ഫോക്കസ് ചെയ്താൽ അവരുടെ എല്ലാ യുദ്ധക്കൊതികളും ശാശ്വതമായി തന്നെ അവസാനിക്കും. അമേരിക്കയെ കൂടെ അതിൽ ഉത്തരവാദിത്തപ്പെടുത്താനുള്ള സൈക്കോളജിക്കൽ മൂവാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഹൂത്തികൾക്കെതിരെ ആക്രമണം പുനരാരംഭിക്കാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വിശാലമായ സഖ്യം രൂപീകരിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. രാജ്യാന്തര സമുദ്ര ഗതാഗതത്തിന് നേരെ ഹൂത്തികൾ ആക്രമണം തുടരുന്നതിനാൽ ഇനി നോക്കി നിൽക്കേണ്ടതില്ല എന്നും ഇനി ഒരിക്കലും ഹൂത്തികൾ ഇസ്രായേലിന് ഒരു പ്രതിസന്ധിയായി മാറാതിരിക്കത്തക്ക നിലയിൽ അവരെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നുമാണ് അമേരിക്കയോട് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 2023 നവംബർ മുതൽ അടുത്ത ഡിസംബർ വരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് 100-ലധികം കപ്പലുകളെയായിരുന്നു ഹൂത്തികൾ ലക്ഷ്യമിട്ടത്. ഗാസയിൽ ആക്രമണങ്ങൾ തുടരുന്ന കാലത്തോളം ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ, അറേബ്യൻ കടൽ എന്നിവയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ചാൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഏതൊരു കപ്പലിനെയും തൻ്റെ സൈന്യം ആക്രമിക്കുന്നത് തുടരുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തി ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ ഡ്രോൺ ആക്രമണം ഇസ്രായേലിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എന്നും ശക്തമായ നടപടി തന്നെ അവർക്കെതിരെ കൈക്കൊള്ളണമെന്നും അമേരിക്കൻ ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയും ചെങ്കടലിൽ കപ്പൽ ഗതാഗതം നടത്തുന്ന കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഖ്യം രൂപീകരിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹൂത്തികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങളെ ശക്തമായി അപലപിച്ചുകൊണ്ടും ഹൂത്തികളെ അവസാനിപ്പിക്കാൻ ഇറാൻ സ്വാധീനം ചെലുത്തണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജർമ്മനിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം, ജൂതന്മാർക്ക് ശാപം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൂത്തികൾക്കെതിരെ ഇസ്രായേലിനൊപ്പം അമേരിക്കയും രംഗത്ത് ഇറങ്ങുന്നതോടെ ഭീകരതയുടെ പുഴുക്കുത്തേറ്റ് ജീർണിച്ച യമന്റെ പ്രസക്ത ഭാഗങ്ങൾ വെടിപ്പാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്.